ഇങ്ങോട്ട് വന്നേ? നിന്റെ ആളുകളല്ലേ? ഗാഥ, അനാവശ്യം വെറുതെ പറയരുത് കേട്ടോ. രക്ഷപ്പെട്ടത് ഭാഗ്യം പറഞ്ഞാ മതി. ഞാൻ വിശ്വസിക്കില്ല. എനിക്ക് ഈ അവസ്ഥ വന്നതേ നിന്നെ കൊണ്ടാ. മിണ്ടാതിരിക്കട്ടെ അവിടെ. കൃത്യസമയത്ത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിലേ ചത്തുപോയേനെ നീ. എന്നിട്ട് വെറുതെ ന്യായം പറയുന്നു. നീയാ, നീ തന്നെ എല്ലാത്തിനും കാരണം. എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത് നീയാ. നീ മാത്രം. എന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയത് നീയാ. അയ്യോ ഗാഥ, കൃഷ്ണൻ നീ അവളുടെ അമ്മയെ വിളിക്ക്. വന്ന് എടുത്തോണ്ട് പോവാൻ പറ. ഗാഥ ഞങ്ങളും ഇവിടെ തന്നെ ഉണ്ട് മാഡം. ഗാഥ ഇവിടെ ബോധം കെട്ട് കിടക്കാം. അയ്യോ മോളെ കൃഷ്ണ, എങ്ങനെയെങ്കിലും നീ എന്റെ മോളെ എന്റെ അടുത്തെത്തിക്കണം പ്ലീസ്. ശരി മാഡം. ഇവിടെ അവിടെ എത്തിക്കണമെന്ന് സിത്താര മാഡം പറഞ്ഞു. ആ, അതിനു പോലും അവർക്ക് വരാൻ സമയമില്ല അല്ലേ? നീ തന്നെ കെട്ടി ചുമന്നുകൊണ്ട് പോണം. നമുക്ക് പോവാം കൃഷ്ണേ. അവളുടെ മമ്മിക്ക് വേണമെങ്കിൽ വരുമോ കൊണ്ടുപോവോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. മോൾക്കുട്ടി, ഈ അവസ്ഥയില് നമ്മൾ അങ്ങനെ പറയുന്നൊന്നും ശരിയല്ല. നമുക്ക് ഇവളെ കൊണ്ടുപോകണം. ഇവളെ അവിടെ കൊണ്ടുപോയി ആക്കണം. നിനക്ക് ഭ്രാന്താണോ കൃഷ്ണേ? മോൾക്കുട്ടി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഞാൻ മാഡത്തിനോട് വാക്ക് പറഞ്ഞുപോയി. എന്തൊക്കെ നടന്നാലും മാഡത്തിന് വാക്ക് കൊടുക്കും. എന്നിട്ട് നിന്നോട് ചെയ്തു കൂട്ടുന്നൊന്നും കാണുന്നില്ലേ? ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? എടുത്ത് വണ്ടി കേറ്റാ. വാ വാ. ഇങ്ങോട്ട് താടോ. എന്റെ ദൈവമേ, വായിൽ വെച്ച് കഴിക്കുമ്പോ ഈ മുളകൊടിക്ക് എന്തൊരു സ്വാദ. കണ്ണില് വീണപ്പോഴല്ലേ വിവരം അറിയണേ. ആകെ അങ്ങ് പുകഞ്ഞുപോയി. അവന്മാരെ തല്ലിക്കൊല്ലാതിരുന്നത് ഭാഗ്യായി. ഈ കൃത്യസമയത്ത് കൃഷ്ണ അവിടെ എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവത്തെ. അവളെ അവിടെ ദൈവം കൊണ്ടുവന്നാടോ മൂർത്തി, നമ്മളെ കാണിക്കാൻ. പുഴയോരം വീട്ടിൽ ചില കള്ളക്കളികൾ നടക്കുന്നില്ലേ എന്ന് ഞാൻ മുൻപേ സംശയിച്ചതാ. മാറി മാറി രണ്ടുപേരെയും ഞാൻ കണ്ടതാ. അതിന്റെ സത്യം ചകഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇതുവരെ. ഇപ്പൊ വ്യക്തമായി. ശ്രീനിവാസൻ ഒരു മകളല്ല, 2 മക്കളുണ്ട്. ഒരേപോലെയുള്ള 2 മക്കൾ. ഒരുത്തിയെ കൊല്ലാൻ പെടുന്ന പാട് നമുക്കറിയാം. അതിന്റെ കൂടെ അതേ രൂപത്തില് വേറൊരുത്തി. നമുക്കിനി അങ്ങോട്ട് ജോലി കൂടുതലാ മൂർത്തി. കൊല്ലുകയാണെങ്കിൽ 2നെയും കൊല്ലണം. അല്ലെങ്കിൽ നമുക്ക് സ്വസ്ഥത കിട്ടില്ല. ഹലോ, സത്യവതിയല്ലേ? അതെ, നിങ്ങളാരാ? സിതാര ശ്രീനിവാസ്. എന്താ? ഞാൻ എന്തിനാ വിളിച്ചതെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ നിങ്ങളുടെ അനിയനും കൂടെ കൊല്ലാൻ നോക്കി എന്റെ മകളെ ഇത്രയും കാലം ഞാൻ എന്റെ നെഞ്ചിലിട്ടാ വളർത്തിയത്. നടന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. അപ്പൊ പിന്നെ അനുഭവിച്ച നിങ്ങളുടെ അവസ്ഥ എന്താ? ഞാൻ പറഞ്ഞില്ലേ തങ്കം, എല്ലാത്തിന്റെയും പുറകിൽ ആ സത്യവതി മൂർത്തിയായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ നമ്മളത് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയ്ക്ക് അപകടം ഉണ്ടാവില്ലായിരുന്നു. ശരിയാ, ഗോപാലേട്ടൻ എന്നോടും പറഞ്ഞിരുന്നതാ. കൃഷ്ണയെ പോലെയും മോളിക്കുട്ടിയെ പോലെയും ഞാനും തർക്കിച്ചു. അത്രയ്ക്കല്ലേ അനിയൻ സാറെന്ന് പറയുമ്പോ അവര് കാണിച്ചുകൊണ്ടിരുന്നേ. അവരുടെ മാറ്റം ഞാൻ നേരിട്ട് കണ്ടതാ സുനന്ദേ. ആ വീട്ടിൽ താമസിക്കുമ്പോ കൃഷ്ണയ്ക്കോ അനിയൻ സാറിനോ ജീവനിൽ ഒരു അപകടം ഉണ്ടാവാതിരുന്നത് ഭാഗ്യമെന്ന് കരുതിയാ മതി. ഇതിന്റെ എല്ലാത്തിനും ഇടയിലാ ആ ഗാഥയുടെ വരവ്. ചാകാൻ കിടക്കുമ്പോഴും അവളും അവളുടെ മമ്മിയും അവളുടെ മമ്മിയുടെ പണവും വെറുത്തു പോയി ശവത്തിനെ. കൃഷ്ണയും മോളിക്കുട്ടിയും വന്ന് കേറിയില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. കഴുത്തില് കുരുക്ക് മുറുകി തുടങ്ങിയത്. ഇതെന്തിനാ അവള് ഗാഥയും കൊണ്ട് അങ്ങോട്ട് പോയത്? അവര് വന്ന് കൂട്ടിക്കൊണ്ട് പോവായിരുന്നില്ലേ? ആരോടാ തങ്കവി പറയുന്നേ? എത്ര കിട്ടിയാലും കൃഷ്ണ പഠിക്കുവോ? സിത്താര മേഡത്തിന്റെ സങ്കടം, ഗാഥയുടെ ജീവിതം, ഇതെല്ലാം കൃഷ്ണ ചുമലിലെടുത്തിരിക്കല്ലേ. കൃഷ്ണ വരാൻ ഒരു 2 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിലുണ്ടല്ലോ, ഇതോടുകൂടി എല്ലാം അവസാനിച്ചേനെ. അതോടുകൂടി എല്ലാ പ്രശ്നവും തീർന്നേനെ. വേണ്ട ഗോപാല, ഒരാളുടെ ജീവൻ എടുത്തിട്ടുള്ള കാര്യമൊന്നും പറയണ്ട. അവര് ദുഷ്ടത കാണിച്ചു എന്ന് വെച്ച്
നമ്മൾ എന്തിനാ പകരം ദുഷ്ടന്മാരാവുന്നത്? എന്തായാലും കൃഷ്ണ തിരിച്ചു വരട്ടെ. ഇനി പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് മതി. അവളെ ഇവിടെ പൂട്ടിയിടാനാണോ തങ്ക ഉദ്ദേശിക്കുന്നത്? അപ്പൊ പിന്നെ അനിയൻ സാറിന്റെ കേസ് ആര് നോക്കും? അവള് പുറത്തിറങ്ങാതെ പറ്റില്ലല്ലോ. തങ്കേച്ചി, ഇതിനൊക്കെ ഒരൊറ്റ മാർഗേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചെയ്ത് അനിയൻ സാറിനെ പുറത്തു കൊണ്ടുവരണം. ആ. അനിയൻ സാറ് പുറത്തിറങ്ങി ഈ വീട്ടിൽ നിന്നാ 12 മണിക്കൂർ കൊണ്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നമൊക്കെ. ഇനി അനിയൻ സാറ് വരുമ്പോ ഒന്നും ഒളിച്ചു വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഉള്ള കാര്യം അങ്ങോട്ട് വെട്ടി തുറന്നു പറയും. ഇത്രയും നാളും പറയാതിരുന്നതിന്റെ കാരണവും പറയണം. എല്ലാവരും കൂടി രഹസ്യം സൂക്ഷിക്കാനിരുന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം തങ്കം പണ്ട് എല്ലാം വിളിച്ചു പറയുന്നു പറഞ്ഞപ്പോ വെറുതെ ബഹളം വെക്കാന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതല്ല, അർഹതയില്ലാത്തവർക്കൊന്നും വെച്ച് നീട്ടേണ്ട കാര്യമില്ല. സിത്താര മേഡത്തിനോ അവരുടെ മകൾക്കോ നമ്മളോട് ആരോടും സ്നേഹമോ കാരുണ്യമോ ബഹുമാനമോ ഒന്നുമില്ല. അങ്ങനെയുള്ളവരോടത് തിരിച്ചു കാണിക്കാൻ നോക്കിയാ അത് വെറും മണ്ടത്തരാ. കൃഷ്ണ തിരിച്ചു വരുമ്പോ അത് വിലക്കണം. വരട്ടെ. അനിയൻ സാർ പുറത്തു വരുന്നത് വരെ നിലനിൽക്കാൻ എന്തെങ്കിലും ചെയ്യും.